നെക്സ്റ്റ് ഈസ് റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ്സ് യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ഡെൻസർ ടു റെയറർ മീഡിയം. റെയറർ ടു ഡെൻസർ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിന് സിമിലറായിട്ട് ഡെൻസർ ടു റെയറർ മീഡിയമാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു ഡെൻസർ മീഡിയമാണ്. ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈറ്റിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. ഗ്ലാസ്, വാട്ടർ അല്ലേ. താഴെ റെയറർ മീഡിയം ആണ്, അവിടെ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇവിടെ ഒരു സോഴ്സ്, ലൈറ്റിൻ്റെ സോഴ്സ് ഉണ്ട്. ഇനീഷ്യലി ഇതേപോലെ സ്പെറിക്കലായിട്ടാണ് വരുന്നതെങ്കിലും കുറേ കഴിയുമ്പോൾ അത് പ്ലെയിനായി മാറും. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇതിനു മുമ്പ്. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത് പറയുന്നില്ല. ബേസിക് കാര്യങ്ങൾ രണ്ടാമത് പറയുന്നില്ല. അപ്പോൾ ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇങ്ങനെ പാരലലി താഴോട്ട് മൂവ് ചെയ്ത് സപ്പോസ് ദേ ഇവിടം വരെ എത്തി. ഈ പോയിൻ്റ്, ഈ ബൗണ്ടറി, രണ്ട് മീഡിയത്തിൻ്റെ ബൗണ്ടറിനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ, അവിടം വരെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ലെഫ്റ്റ് പോയിൻ്റ് എല്ലാവരും കൂടി ജോയിൻ ചെയ്തോട്ടെ. ഇങ്ങനെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ പോയിൻ്റുകളും കൂടി ജോയിൻ ചെയ്യാണ്. ഇതാണ് നമ്മളെ ഇൻസിഡൻറ്റ് റേ. അതൊരു വേവ് ഫ്രണ്ടാണ്, അല്ലാതെ ഒരു സിംഗിൾ റേ ആയിട്ടല്ല വരുന്നത്. ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് റേ. അതങ്ങനെ മൂവ് ചെയ്തിട്ട് ആ ഇൻസിഡൻറ്റ് റേയുടെ വേവ് ഫ്രണ്ടിൻ്റെ ലെഫ്റ്റ് പോയിൻ്റ് ഇവിടെ ടച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ റിഫ്രാക്ഷൻ നടക്കാൻ പോവാണ്. റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പോയിൻ്റ് അറിയാമല്ലോ മൂവ് ചെയ്യുന്നത്. ഈ പോയിൻ്റ് തൊട്ടടുത്ത പോയിൻറ്റിനെ എനർജൈസ് ചെയ്ത് അടുത്തതിനെ എനർജൈസ് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇവിടം വരുത്തുമല്ലോ. സപ്പോസ് അത് ടോ എന്ന് പറഞ്ഞ ടൈം കൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന പോയിൻ്റ് വേവിൻ്റെ രൂപത്തിൽ മൂവ് ചെയ്ത് ഇവിടെ എത്തിയത്. ടോ ഒരു ടൈം വേണമല്ലോ അതിന്. ടോ എന്ന് പറഞ്ഞ ടൈം കൊണ്ട് ഈ പോയിൻ്റ് ഇവിടെ എത്തി. ഫസ്റ്റ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡിനെ V1 എന്ന് പേര് കൊടുക്കുക. എപ്പോഴും നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് മീഡിയത്തിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡിനെ നമ്മൾ എന്തൊന്ന് ഡിനോട്ട് ചെയ്യും? V1. സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡിനെ V2, അങ്ങനെ ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ടോ എന്ന് പറഞ്ഞ ടൈം കൊണ്ടാണ്, വിചാരിക്കുക ടോ എന്ന് പറഞ്ഞ ടൈം കൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന പോയിൻ്റ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്? സ്പീഡ് ഇൻറ്റു ടൈം, V1 ഇൻറ്റു ടോ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഈ പോയിൻ്റ് മൂവ് ചെയ്യുന്ന സ്പീഡാണ് ഈ V1, അതിനെടുത്ത ടൈമാണ് ടോ. ഈ ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം അഥവാ V1 ഇൻറ്റു ടോ. ക്ലിയർ ആയല്ലോ? V1 ഇൻറ്റു ടോ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ സ്പീഡ് ഇൻ ദ ഫസ്റ്റ് മീഡിയം. ഈ പോയിൻ്റ് ഇവിടെ ഉണ്ടായിരുന്ന പോയിൻ്റ് ഇവിടെ എത്താനുള്ള സമയമാണ് ടോ. അതേസമയം പാരലലി അത് മൂവ് ചെയ്യുമ്പോൾ ഇയാൾ വെറുതെ ഇരിക്കില്ലല്ലോ. ഈ പോയിൻറ്റും അത് മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി ഈ പോയിൻ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് ഡിസ്റ്റൻസേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? അവിടെ സ്പീഡ്, ലൈറ്റിൻ്റെ സ്പീഡ് കുറച്ച് കുറവാണ്, ഡെൻസറാണ്. ഇവിടെ നല്ലൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. അവിടെ മനസ്സിലായില്ല, 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 5 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവിടെ നല്ല ഫാസ്റ്ററാണ്. മനസ്സിലായില്ല? ഇവിടത്തേനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അതേ ടൈം ഇൻ്റർവെല്ല്, ടോ എന്ന് പറഞ്ഞ ടൈം ഇൻ്റർവെല്ല് ഇയാൾ ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തപ്പോൾ അതേ ടോ എന്ന് പറഞ്ഞ ടൈം ഇൻ്റർവെല്ല് ഈ പോയിൻ്റ് കുറേയും കൂടി കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. സ്പീഡ് കൂടുതലാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരച്ചു, റഫാണേ. ഇതിങ്ങനെ വരച്ചു, സ്വല്പം ഇങ്ങനെ ബെൻഡ് ചെയ്യും. അതായത് അതിനുള്ള കാരണം പറഞ്ഞുതരാം. ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞത് V2 ടോ ആയിരിക്കും. V2 ടോ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഓക്കെ ആണല്ലോ? നമ്മളിങ്ങനെ ജോയിൻ ചെയ്യാം. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലൈനായിട്ട് വേണം. ക്ലിയർ ആയാലോ? ഇങ്ങനെ വരണം. നമുക്കൊരു ആഫ്റ്റർ ക്രോസിങ് അപ്പോഴും വേവ് ഫ്രണ്ട് ലൈനായിട്ട് വരണം. ക്രോസ് ചെയ്തതിന് ശേഷവും എന്തായിട്ട് വരണം? ലൈനായിട്ട് വരണം. അല്ലാതെ സ്ഫെറിക്കൽ എന്താണ് ഇതൊന്നല്ല, ലൈനായിട്ട് തന്നെ വരണം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ലൈനായിട്ട് വരണമെങ്കിൽ ഇതിങ്ങനെ ചെരിച്ചിട്ട് തന്നെ വരച്ചാലേ ശരിയാവുള്ളൂ, അല്ലാതെ ശരിയാവില്ല. ഓക്കെ, V2 ടോ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ പ്ലെയിൻ വേവ് ഫ്രണ്ടിൻ്റെ വരെയും വേണം.
അപ്പോൾ നമ്മൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇതുപോലെ വരയ്ക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, നിങ്ങളൊന്ന് വരച്ച് നോക്ക്, ഇതേപോലെ വരയ്ക്കാൻ പറ്റുള്ളൂ നമുക്ക്. സോ അഗെയിൻ വി ഗെറ്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഈ ഡിസ്റ്റൻസ് v2 ടോ ആവുകയും വേണം. അപ്പോൾ ഇതുപോലെ നമ്മൾ വരയ്ക്കും, ഇതേപോലെ എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ്ലി എൻ്റേർഡ് ദ റെയറർ മീഡിയം അല്ലേ. റെയറർ മീഡിയം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് പാരലായിട്ട് വേവ് ഫ്രണ്ടായിട്ട് പൊക്കോളും. മനസ്സിലായാലും ഇതിങ്ങനെ പാരലൽ വേവ് ഫ്രണ്ടായിട്ട് പോയിട്ട് താഴെ എത്തും. മനസ്സിലായല്ലോ. ഞാൻ ലെഫ്റ്റ് ബൗണ്ടറി ജോയിൻ ചെയ്തു, റൈറ്റ് ബൗണ്ടറിയും ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് റേ ആണ്. അത് റിഫ്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ ചെരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ഇതിനു മുമ്പ് പഠിച്ച അതേ സിമിലർ ഡെറിവേഷൻ തന്നെയാണ്. അതുകൊണ്ട് ഒത്തിരി പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെയാണ് ഞാൻ പറയുന്നത്. ABCD 4 പോയിന്റിനും ഈ പേര് ഞാൻ കൊടുത്തു. ഞാനൊരു നോർമൽ വരച്ച്, കാണാൻ പറ്റുന്നുണ്ടോ? എയിൽ വെച്ചിട്ടൊരു നോർമൽ വരച്ച്. നമ്മളെ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെയാണ് വരുന്നത്. ദേ ഈ ബൗണ്ടറി കാണിച്ചിരിക്കുന്ന പോലെയാണ് നമ്മളെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇൻസിഡൻറ്റ് റേ. ഈ ആംഗിളാണല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ കാണുന്നില്ലേ, അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, I എന്ന് പറയും. നമ്മൾ റിഫ്രാക്റ്റഡ് റേ AD ആണ് അല്ലേ. AD ആണ് റിഫ്രാക്റ്റഡ് റേ. അതും നോർമൽ ഇടയ്ക്കുള്ള ആംഗിൾ R എന്ന് പറയും. സ്നെൽസ് ലോ ഇവിടെയും അപ്ലിക്കബിൾ ആയിരിക്കും. ഇത് I ആവുമ്പോഴേ എന്താ സംഭവിക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. അത് I ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ കാണുന്ന ആംഗിൾ ഇതിന് മുമ്പത്തെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് 90 ആണല്ലോ, ഇത് ഫുള്ളും 90 ആണ്. ഇത് I ആവുമ്പോൾ ദ റിമൈനിങ് പാർട്ട് വിൽ ബി 90 മൈനസ് I. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 90 മൈനസ് I ആയി. ദേ ഇവിടെ ഒരു ചെറിയ ആംഗിൾ കാണുന്നുണ്ടോ? ഇത് എത്രയായിരിക്കും? അതറിയണമെങ്കിൽ ദേ ഇവിടെ ഇത് ടോട്ടൽ 90 ഡിഗ്രി, ഇത്രയും പാർട്ട് അല്ലേ. ഇത് ടോട്ടൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 മൈനസ് I ആവുമ്പോൾ അതിന് താഴെ വരുന്ന ഈ പാർട്ട് I ആയിരിക്കണം. അപ്പോഴല്ലേ ഇത് രണ്ടിൻ്റെ സമ്മ് 90 ആയിട്ട് എനിക്ക് കിട്ടുള്ളൂ. 90 മൈനസ് I ആണെങ്കിൽ ഇത് I ആയേ തീരൂ. അപ്പോഴാണ് ഇത് രണ്ടിൻ്റെ ടോട്ടൽ 90 വരുള്ളൂ. ഇനി ഇവിടെ 6 ഉണ്ടല്ലേ. ഇത് എത്രയായിരിക്കും എന്ന് പറയാമോ? കുറച്ച് സ്പീഡിൽ പറയാണ്, കാരണം ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കണ്ടാൽ അറിയാം. ഈ ടോട്ടൽ ആംഗിൾ അറിയാമല്ലോ, 90 ഡിഗ്രി. ഇത് 6 ആവുമ്പോൾ ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് R. അപ്പോഴല്ലേ ടോട്ടൽ 90 ആവുന്നത്. പിന്നെ ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. ഇത് 90 ആണ്. ട്രയാങ്കിൾ ADC കാണാൻ പറ്റുന്നുണ്ടോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ADC കാണാൻ പറ്റുന്നുണ്ടോ? ഇത് 90 മൈനസ് R ആവുമ്പോഴേ ഈ ആംഗിൾ R ആവണം. കാരണം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 90 വരണമല്ലോ. ഇത് 90 മൈനസ് R ആവുമ്പോൾ ഇത് R ആവണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡെൻസർ ടു റെയർ വരുന്നത്. സ്നെൽസ് ലോ ഇവിടെയും വരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം. നേരത്തെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, ഡെൻസർ ടു റെയർ ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഡയഗ്രം വരയ്ക്കണം. ഇതിന് മുമ്പ് പഠിച്ച ഡയഗ്രം അല്ല, ഈ ഡയഗ്രം വരയ്ക്കണം. എന്നിട്ട് സൈൻ I വേഗം നോക്കാം. സൈൻ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ ഓപ്പോസിറ്റ് സൈഡ് V1 ടോ. സ്പീഡിൽ പറയാണ്, കാരണം ഇതേപോലത്തെ സിമിലർ ഡെറിവേഷൻ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ് AC ആണ്. സൈൻ R രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AD ആണ്. അത് V2 ടോ. R അല്ല, ഇവിടെ ഹൈപ്പർടെന്യൂസ് വരുന്നത് സെക്കൻഡ് ട്രയാങ്കിളുടെ ഹൈപ്പർടെന്യൂസും AC തന്നെയാണ്. അപ്പോൾ ഇവിടെ സൈൻ I ബൈ സൈൻ R എന്ത് വരും? ഇക്വേഷൻ 1 ഇക്വേഷൻ 2. സൈൻ I ബൈ സൈൻ R എന്ത് വരും? പെട്ടെന്ന് എഴുതിക്കോട്ടെ, ഇത് ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ് ഇതേ മോഡൽ.
റയറർ ടു ഡെൻസർ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എ സിയും വെട്ടിപ്പോവും. ഇക്വേഷൻ 1/2 ചെയ്യുമ്പോൾ എ സി വെട്ടിപ്പോവും. ടോയും വെട്ടിപ്പോവും. V1/V2 കിട്ടും. V1/V2. ഒരു മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പത്തെ ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു മീഡിയത്തിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് കാണണമെങ്കിൽ C ഡിവൈഡഡ് ബൈ ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ മീഡിയത്തിന് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. അത് ഒരു മീഡിയത്തിനും ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ പാസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡ് അറിയണമെങ്കിൽ വാക്യത്തിൽ ഉള്ള സ്പീഡ് C ആണല്ലോ, അതിന് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ വാക്യൂം ഡിവൈഡ് ബൈ ദ കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റിങ് ദാറ്റ് മീഡിയം. V1 V2 നമ്മൾ ഈ ടിക്ക് ചെയ്ത ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ sin I ബൈ sin R ഈസ് ഈക്വൽ ടു V1/V2 കിട്ടിയിട്ടുണ്ട്. അതിൽ V1നെ നമുക്ക് C/N1 എന്ന് എഴുതാം, V2നെ നമുക്ക് C/N2 എന്ന് എഴുതാം. റെസിപ്രോക്കൽ എടുത്ത് വരുമ്പോൾ C/N1 ഇൻറ്റു N2/C ഓർ N2/N1. സോ ഒന്നുകൂടി എഴുതാം. സ്നെൽസ് ലോ ഇവിടെയും വരുന്നുണ്ട്, ഡെൻസറി ടു റയറർ. ഇതിനു മുമ്പ് പഠിച്ച അതേ ഫോർമുല തന്നെ. sin I ബൈ sin R ഈക്വൽ ടു V1/V2 ഈക്വൽ ടു. പിന്നെ വേവ് ലെങ്ത്ത് ഇതേപോലെ സ്പീഡ് പോലെ തന്നെ വേവ് ലെങ്ത്തും വേരിയേഷൻ വരും. അതിൻ്റെ ഡെറിവേഷൻ പറയുന്നില്ല, അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് λ1, സെക്കൻഡ് മീഡിയത്തിലെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് λ2 ആണെന്ന് വിചാരിക്കുക. വേവ് ലെങ്ത്ത് സ്പീഡിന് പ്രൊപ്പോർഷനാണ്. ശരിക്കും സ്പീഡ് കൂടിയാൽ വേവ് ലെങ്ത്ത് കൂടും എന്നുള്ള രീതിയിലാണ് അണ്ടർ റിഫ്രാക്ഷൻ. അപ്പോൾ V1/V2 ഈക്വൽ λ1/λ2 ഈക്വൽ ടു N2/N1. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച റയറർ ടു ഡെൻസർ പോലെ അതേ റിലേഷൻ തന്നെ ഇവിടെയും കിട്ടി. ഓക്കെ, അപ്പോൾ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മീഡിയത്തിലെ സ്പീഡ്, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിലെ സ്പീഡ് മറക്കണ്ട. പിന്നെ ഫസ്റ്റ് ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വരുന്നില്ല എന്നുള്ള കാര്യം മറക്കണ്ട. കളർ മാറുന്നില്ല, റിഫ്രാക്ഷൻ നടക്കുമ്പോൾ കളർ മാറുന്നില്ല. ഫ്രീക്വൻസി ആണ് കളർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി മ്യൂ റിമെയിൻസ് സെയിം. ഓക്കെ.